Dear students, today we are just going to learn a story. Really, it is not a story, but it is really something happened in the life of an engineer and his son and his daughter-in-law. This is highly inspirational. Already we have learned 2 lessons before. There is a story by Helen Keller, and another one was a poem by Margaret Atwood. In these two, we learned something inspirational, and Helen Keller's story was very interesting, and that in the poem, a woman was trying to write her name. So here in this lesson, in this topic, we are just going to read an article. This article is about a bridge named Brooklyn. So the title of this article is like this: The Story of Brooklyn Bridge. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ കഥ എന്നുള്ള അർത്ഥത്തിലുള്ള കഥയല്ല, മറിച്ച് ഒരു സംഭവത്തെ വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു തന്ന് അതിൻ്റെ ഉള്ളടക്കം വളരെ പ്രചോദനകരമായിട്ടുള്ള, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ നമ്മോട് പറഞ്ഞു തരുന്നതാണ് ഈ ആർട്ടിക്കിൾ. എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Do you want to know how to be successful in life? ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? It is easy to wish for the stars, but it takes more than wishes to be successful. ഒരാൾക്ക് നക്ഷത്രങ്ങളെ ആഗ്രഹിക്കാം. It is easy to wish for the stars. നക്ഷത്രങ്ങളെ ആഗ്രഹിക്കാൻ എന്തെളുപ്പമാണ്. But it takes more than wishes to be successful. പക്ഷേ അങ്ങനെ ഒരു മാത്രം പോരാ, ആഗ്രഹം മാത്രം പോരാ വിജയിക്കാൻ. ആഗ്രഹം അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആഗ്രഹം എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ വിജയിക്കാൻ മാത്രം പോരാ, ഈ ഒരു ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ എന്ന് പറയാണ്. Many people have helped millions around the world to change their lives. ലോകത്ത് ഒരുപാട് ആളുകൾ എന്തിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി, ടു ചേഞ്ച് ദെയർ ലൈവ്സ്. അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്നതിൽ അവർക്ക് മാത്രമല്ല ഒരു പക്ഷേ പങ്കുണ്ടായിരിക്കാം. ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൽ അയാൾക്ക് മാത്രമായിരിക്കില്ല പങ്കുണ്ടാകുക, പകരം അയാളെ സഹായിക്കുന്ന അനേകം പേർ അപ്പുറത്തുണ്ടാകാം. അവരുടെയൊക്കെ സഹായം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നുള്ള. Many people have helped millions around the world to change their lives and become successful. Inspiring and easy to read. This article tells inspiring, വളരെ പ്രചോദനകരമായിട്ടാണ് ഈ കഥ നമ്മോട് പറയുന്നത്, സംഭവം നമ്മോട് പറയുന്നത്. ആൻഡ് ഈസി ടു റീഡ്, വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. This article tells you how the dream of constructing the Brooklyn Bridge came to be a reality. ഈ കഥ നമ്മോട് പറയുന്നത്, ഈ ആർട്ടിക്കിൾ നമ്മോട് പറയുന്നത്, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിക്കിൾ ഒരു ലേഖനം പോലെ എഴുതിയതാണ്, ഒരു സംഭവത്തെ വിവരിച്ച് എഴുതിയതാണ്. ഇതൊരു കഥ എന്നുള്ള രൂപത്തിലല്ല നമ്മൾ വായിക്കേണ്ടത്, സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ലേഖനം പോലെ എഴുതി വെച്ച സംഭവമാണ്. ദിസ് ആർട്ടിക്കിൾ ടെൽസ് യു, ഇത് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട്, ഹൗ ദ ഡ്രീം ഓഫ് കൺസ്ട്രക്റ്റിംഗ് ദ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, എങ്ങനെയാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കെയിം ടു ബി എ റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭവ വിവരണമാണ് നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന ഈ പാഠം. ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അതുകൊണ്ട് ഇത് സ്റ്റോറി എന്നുള്ള രീതിയിലല്ല കാണേണ്ടത്, പകരം ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ വിശദീകരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ്, നമ്മൾ സാധാരണ മലയാളത്തിൽ ബ്രിഡ്ജ് എന്നാണ് പറയാറുള്ളത്. ബ്രിഡ്ജ് എന്നല്ല അതിൻ്റെ ഉച്ചാരണം വരുന്നത് ബ്രിഡ്ജ് എന്ന രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോകാം. എന്താണ് ഇതിൽ പറയുന്നത്, ആരെക്കുറിച്ചാണ്? An engineer named John Roebling was inspired by an idea of building a magnificent suspension bridge connecting New York with the Long Island. ഇവിടെ എഞ്ചിനീയറാണ്. an engineer named John Roebling. ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയർ വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ. അയാൾക്ക് വലിയൊരു ആശയം ഉണ്ടായി. ആശയം കൊണ്ട് ആശയം അദ്ദേഹത്തെ സ്വാധീനിച്ചു. എന്തായിരുന്നു ആശയം? വലിയ ഇൻസ്പിറേഷൻ നൽകിയ ആശയമാണ്, വലിയ പ്രചോദനം നൽകിയ ആശയം അയാൾക്കുണ്ടായിരുന്നു. എന്തായിരുന്നത്? ഓഫ് ബിൽഡിങ് എ മാഗ്നിഫിഷൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ്, ഒരു വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. എന്നാൽ സസ്പെൻഷൻ, സസ്പെൻഡ് ചെയ്യാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
അത് വലിയ സസ്പെൻസ് ആയിരുന്നു എന്നും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇത് രണ്ടും അല്ല ഇവിടെ മീനിങ് വരുന്നത്. സസ്പെൻഷൻ ബ്രിഡ്ജ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? തൂക്കുപാലാണ്. തൂക്കുപാലത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? സസ്പെൻഷൻ ബ്രിഡ്ജ്. മൂന്നാമത്തെ വരി കണ്ടില്ലേ? സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്കിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ന്യൂയോർക്ക് വിത്ത് ലോങ് ഐലൻഡ്. ആരുമായിട്ടാണ്, ഏത് സംഭവമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുള്ളത് ലോങ് ഐലൻഡ്. അപ്പോൾ ലോങ് ഐലൻഡ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ന്യൂയോർക്കും ലോങ് ഐലൻഡും തമ്മിൽ കണക്ട് ചെയ്തുണ്ടാക്കിയ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്, അതായത് ഒരു തൂക്കുപാലത്തിൻ്റെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹി ഉദ്ദേശിക്കുന്നത് ഇവിടെ എഞ്ചിനീയറാണ്. ഹി ഹാഡ് പുട്ട് ഫോർവേഡ് ദിസ് ഐഡിയ ടു ദ ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സ്. ഇയാൾ എന്ത് ചെയ്തു? ഈ ആശയത്തെ, ഈ ഒരു ബിൽഡിംഗ്, അതായത് ഈ ഒരു പാലം ഉണ്ടാക്കുക എന്നുള്ള തൻ്റെ ആശയത്തെ അദ്ദേഹം ആരുമായിട്ട് പങ്കുവച്ചു? എക്സ്പേർട്സ്, വലിയ എക്സ്പേർട്ടുകളായിട്ട്. എക്സ്പേർട്ട് മനസ്സിലായില്ല? എന്താ എക്സ്പേർട്ട് എന്ന് വാക്കിൻ്റെ അർത്ഥം? വലിയ നൈപുണ്യമുള്ള ആളുകൾ, അതിൽ വളരെയധികം അവഗാഹം നേടിയ ആളുകൾ, അതിലധികം വൈദഗ്ധ്യം നേടിയ ആളുകൾ, അവർക്ക് എന്താ പറയുക? എക്സ്പോർട്ട് എന്നുള്ള മറ്റൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. PORTക്ക് പകരം O വന്നാൽ എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് അറിയില്ല എന്താണ്? കയറ്റുമതിയാണ്. നമ്മൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വസ്തുക്കളെ കയറ്റുമതി നമ്മൾ എന്ത് പറയും? എക്സ്പോർട്ട് എന്ന് പറയും. മറ്റു രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വസ്തുക്കളെ ഇറക്കുമതി ചെയ്യുന്നതിന് എന്ത് പറയാറുണ്ട്? ഇമ്പോർട്ട് എന്നും പറയാറുണ്ട്. ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്ന, ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ ഭാഗമായി വരുന്ന ഇമ്പോർട്ട്. ഓക്കെ, സോ ഇവിടെ എക്സ്പേർട്ടുകളാണ്. അപ്പോൾ എക്സ്പേർട്ട് ഉദ്ദേശിക്കുന്നത് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾക്ക് ഐഡിയ ഉണ്ടായി. ആർക്ക് ഐഡിയ ഉണ്ടായത്? നമ്മുടെ ജോൺ എന്നുള്ള എഞ്ചിനീയർക്ക് ഒരു ആശയം വന്നു. എന്തായിരുന്നു ആശയം? അതുവരെ ലോകത്താരും പരീക്ഷിക്കാത്ത ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിനെ, ഒരു തൂക്കുപാലത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹം വലിയ വലിയ വിദഗ്ധന്മാരുമായിട്ട് പങ്കുവച്ചു. ത്രൂ ഔട്ട് ദ വേൾഡ്. ഇവിടെയുള്ള ഇയാൾ സംഭവം നടക്കുന്ന അമേരിക്കയിലാണ്. പക്ഷേ അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് മാത്രമല്ല അദ്ദേഹം പങ്കുവച്ചത്, ലോകത്തുള്ള മുഴുവൻ ആളുകളുമായിട്ടും ഇതിലെ എക്സ്പേർട്ടുകളുമായിട്ടും അതിൻ്റെ ആശയത്തെ അദ്ദേഹം പങ്കുവച്ചു. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ്. നോക്കൂ, ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ സംഭവം കേട്ട ഉടനെ തന്നെ പലരും നിരുത്സാഹപ്പെടുത്തി അദ്ദേഹത്തെ, അല്ലേ? നോ വൺ വാസ് ഇൻട്രസ്റ്റഡ്. ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു പാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഫർദർ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തയ്യാറായില്ല. ആൻഡ് ആസ്ക്ഡ് ജോണോട് പറയുകയും ചെയ്തു, ടു ഫോർഗെറ്റ് ഇറ്റ്, മറന്നേക്കൂ എന്നാണ് പറഞ്ഞു, അല്ലേ? അപ്പോൾ അങ്ങനെ ആശയം കൊണ്ടു നടക്കാൻ തന്നെ നടക്കേണ്ട കാര്യമില്ല. അതെല്ലാം മറന്നേക്കൂ. കാര്യം എന്താ? നടക്കാൻ പോകാത്ത കാര്യമാണ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. അക്കോർഡിംഗ് ടു ദം, അവരുടെ അഭിപ്രായത്തിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അവരെ എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞേ? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും അതെന്ന് പറഞ്ഞു. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താ? ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവമാണല്ലോ. കാരണം ലോകത്ത് ഇതുവരെ പരീക്ഷിക്കാത്ത, നടക്കാത്ത സംഭവം. സംതിങ്, അതെന്താണ്? വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ്. ഇതിനു മുമ്പ് ആരും ശ്രമിക്കാത്ത, നെവർ ബീൻ അറ്റംപ്റ്റഡ്, ഇതിനു മുമ്പ് ഒരിക്കലും ആരും ശ്രമിക്കാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കി വെക്കൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ബിഫോർ ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ബിഫോർ മീൻസ് ഇതിനു മുമ്പ്, അല്ലേ? ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് ലോകത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിനു മുമ്പ് ആരും നടപ്പാക്കാത്ത ഈ ഐഡിയയാണ്. അതായത് ഒരു എന്താ പറയുക, നമ്മൾ നടക്കാൻ സാധ്യതയില്ലാത്ത ആശയം എന്ന രൂപത്തിൽ തള്ളിക്കളഞ്ഞല്ലോ വരും. ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. എന്നിട്ട് എന്താ പറഞ്ഞേ? നോട്ട് പ്രാക്ടിക്കൽ, ഒരിക്കലും പ്രായോഗികമല്ല, പ്രാക്ടിക്കൽ അല്ല എന്നും പറഞ്ഞു. റോബ്ലിംഗ് ഹവർ വാസ് ഡിറ്റർമൈൻഡ്. പക്ഷേ ഇങ്ങനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയ ആളുകൾക്കിടയിൽ റോബ്ലിംഗ് വ്യത്യസ്തനായി നിന്നു എന്നുള്ള എന്താ കാര്യം? ഹി വാസ് ഡിറ്റർമൈൻഡ്. അദ്ദേഹം ഡിറ്റർമൈൻഡ് ആയിരുന്നു. ഹവർ, എന്നിരുന്നാലും റോബ്ലിംഗ് എന്തായിരുന്നു? ഡിറ്റർമൈൻഡ്, തീരുമാനിച്ചുറച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിങ് ഹിസ് ഡ്രീം. വുഡ് നോട്ട് തിങ്ക്, ചിന്തിച്ചതേയില്ല അദ്ദേഹം, അല്ലേ? എന്നെക്കുറിച്ച് ഇഗ്നോറിങ്, അവഗണിക്കുന്നതിനെക്കുറിച്ച്, ഓഫ് ഹിസ് ഡ്രീം, തൻ്റെ സ്വപ്നത്തെ അവഗണിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേയില്ല. അപ്പോൾ അയാളുടെ മനസ്സിൽ നിന്നുണ്ടായ വലിയ സ്വപ്നം ഉണ്ടായി. സ്വപ്നം കാണണമെന്ന് നിങ്ങളോട് പറഞ്ഞവരാണ് APJ അബ്ദുൽ കലാമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കോട്ടിങ് പറയുന്നുണ്ട്, എന്താ? നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, പകരം നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതാണ് സ്വപ്നം എന്ന് APJ പറഞ്ഞിട്ടുണ്ട്. എന്താ അർത്ഥം? നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്. അതെപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ല ഗാഢ നിദ്രയിലാകുമ്പോൾ, നല്ല ഉറക്കത്തിലേക്ക് പോകുമ്പോൾ സ്വപ്നങ്ങളെ കാണാറുണ്ട്. പക്ഷേ APJ പറയാണ്, അതൊന്നുമല്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്താണോ ഉറങ്ങാൻ സമ്മതിക്കാത്തത് അതാണ് സ്വപ്നം. എന്താ അർത്ഥം? അതായത് നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ പ്രാവർത്തികമാക്കുന്നത് വരെ ചിലർക്ക് ഉറക്കമുണ്ടാവില്ല, അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ അതൊരു സ്വപ്നമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഐഡിയ സ്വപ്നമാണ്. ആ സ്വപ്നം കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആ സ്വപ്നം പൂർത്തീകരിക്കുന്നവരെ ഉറക്കില്ലാത്ത ആളുകളായി മാറും. അപ്പോൾ നിങ്ങൾ എന്താണോ ഉറങ്ങാൻ അനുവദിക്കാത്തത് അതാണ് സ്വപ്നമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്വപ്നമാണ് ആർക്കുണ്ടായിരുന്നത്?
നമ്മുടെ ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയർക്കുള്ളത്. അപ്പോൾ ഈ സ്വപ്നത്തെ നിരാകരിക്കാൻ, സ്വപ്നത്തെ അവഗണിച്ച് മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള. ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എങ്ങനെ ചിന്തിച്ചു? ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ചിന്തിച്ചു. ആൻഡ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സം വൺ. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി ഈ പറഞ്ഞ ആളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ടു ഷെയർ ഇറ്റ് വിത്ത് സം വൺ ഹു വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ. തൻ്റെ ആശയത്തോട് യോജിക്കുന്ന, തൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് ഈ ഐഡിയ പങ്കുവെക്കണമെന്ന് ആരാഗ്രഹിച്ചു? ജോൺ ആഗ്രഹിച്ചു. ജോൺസൺ. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ഒരാളാണ് ആര്? ജോൺസ് സൺ. ആരെ കണ്ടെത്തി? ജോണിൻ്റെ തന്നെ മകൻ, അതായത് നമ്മുടെ എഞ്ചിനീയർ ആയിട്ടുള്ള ജോണിൻ്റെ തന്നെ മകനായിട്ടുള്ള വാഷിങ്ടൺ. എന്തായിരുന്നു പേര്? വാഷിങ്ടനെ കണ്ടെത്തിയ ആര്? അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് വേറെ ആരും സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് തൻ്റെ കുടുംബത്തിലെ തൻ്റെ മകനെ ആര് ക്ഷണിക്കുകയാണ്? ജോൺ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചിട്ട് പറഞ്ഞു. ബട്ട് എന്തായിരുന്നു പ്രശ്നം? വാഷിങ്ടൺ വാസ് നെയ്വ് എന്താ? പുതിയ ആളാണ്, ന്യൂ ആണ്. ഹി വാസ് ന്യൂ. അതായത് ഈ രംഗത്ത്, ഈ എഞ്ചിനീയറിങ്ങിൻ്റെ രംഗത്ത് തന്നെ, പ്രത്യേകിച്ച് പാലം പണിയിൽ തന്നെ പുതിയ ഒരാളാണ് ആര്? വാഷിങ്ടൺ. പക്ഷേ മകനോടെങ്കിലും പറഞ്ഞിട്ട് ഇത് നടക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കണം ആര്? നമ്മുടെ ജോൺ. ഇവിടെ കണ്ടില്ല ഞങ്ങളെ പാലം, തൂക്കുപാലം കണ്ടില്ല, അങ്ങനെ പോകുന്ന വലിയ വട്ടൊക്കെ വലിച്ചു കെട്ടിയ രൂപത്തിലുള്ള പാലമാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഹി വാസ് എൻ എഞ്ചിനീയർ, നെയ്വ് എഞ്ചിനീയർ അല്ലേ. അപ്പോൾ അതെന്തായിരുന്നു? ഒരു പുതിയ ഒരു എഞ്ചിനീയർ ആയിരുന്നു ആര്? നമ്മുടെ വാഷിങ്ടൺ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ജോണിൻ്റെ മകൻ. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ. അങ്ങനെ ഈ കുട്ടി, അതായത് കുട്ടിയല്ല, യുവാവായിട്ടുള്ള ആളാണ്. ഹി ട്രസ്റ്റഡ്, അവൻ വിശ്വസിച്ചു. ഹിസ് ഫാദേഴ്സ് വിഷൻ, അച്ഛൻ്റെ സ്വപ്നം ഉണ്ടല്ലോ, അച്ഛൻ്റെ ആ വിഷൻ. എന്താ വിഷൻ? കാഴ്ചപ്പാടാണ്. ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാനുണ്ട് കൂടെ അല്ലേ. ഹി ബിലീവ്ഡ്, എന്താ വിശ്വസിച്ചെന്താണ്? ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്, ഈ പാലം നിർമ്മിക്കാൻ പറ്റുമെന്ന് അച്ഛന് പൂർണ്ണ പിന്തുണ നൽകിയ ആളായിരുന്നു ആര്? വാഷിങ്ടൺ എന്ന് പറയുന്ന ഈ മകൻ അല്ലേ. എന്താ സംഭവിച്ചത്? ജോൺ ആൻഡ് വാഷിങ്ടൺ. അങ്ങനെ എന്ത് സംഭവിക്കണം? ജോൺ ആൻഡ് വാഷിങ്ടൺ വർക്കിംഗ് ടുഗദർ ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ ആദ്യമായിട്ട് ഇവർ ജോലിക്ക് പുറപ്പെട്ടു. ഡെവലപ്ഡ് കോൺസെപ്റ്റ്സ് ഓഫ് ഹൗ ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. അവർ കോൺസെപ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്താണ് അത് കോൺസെപ്റ്റ്? അവർ മനസ്സിലൊരു ആശയം മുന്നോട്ട് വെക്കുകയാണ്. ഡെവലപ്ഡ് ഹൗ ദ ബ്രിഡ്ജ് കുഡ് ബി, എങ്ങനെ ഉണ്ടാക്കാം ഈ പാലം എന്നുള്ള ഒരു സ്വപ്നമാണല്ലോ. ആ സ്വപ്നം എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ള ചിന്തയിലായി രണ്ടുപേരും. എ ബിഗ് ചലഞ്ച് ലൈ ബിഫോർ ദം. അവരുടെ മുമ്പിൽ വലിയ ചലഞ്ചാണ്. ദ ചലഞ്ച്, വെല്ലുവിളിയാണ് അവരുടെ മുമ്പിലുള്ളത്. ബട്ട് ദേ വർ റെഡി. പക്ഷേ ഈ ചലഞ്ചിനെ അവരെന്തായിരുന്നു? ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ടു ഫേസ്, ദേ വർ റെഡി ടു ഫേസ്. ഈ ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ ആര് തയ്യാറായി? ഇവർ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആസ് ദേ ഹാഡ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇൻസ്പിറേഷൻ ഡീപ്പ് ഇൻ ദെയർ ഹാർട്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെ മുന്നോട്ട് നയിച്ച രണ്ട് ഘടകമാണ്. ഒന്നെന്താ അറിയാം? ദേ ഹാഡ് എക്സൈറ്റ്മെൻറ്റ്, വലിയ ഉത്കണ്ഠ, ആകാംക്ഷ ഉണ്ടായിരുന്നു അവർക്ക്. ആൻഡ് ഇൻസ്പിറേഷൻ, അവർക്ക് വലിയ പ്രചോദനം ഉണ്ടായിരുന്നു. ഡീപ്പ്, വെറുതെ പറഞ്ഞു പോകുന്നതല്ലതുണ്ട്, പിന്നെ എന്താ? ഡീപ്പായിരുന്നു, വളരെ ആഴത്തിലുള്ള പ്രചോദനം ഉണ്ടായിരുന്നു അവർക്ക്. ഇൻ ദർ ഹാർട്ട്, അവരുടെ ഹൃദയങ്ങളിൽ ഇതിൻ്റെ സ്വപ്നം മാത്രം കൊണ്ടു നടന്നു ആര്? നമ്മുടെ ജോണും വാഷിങ്ടണും. ദേ ഹയർഡ് ദെയർ ക്രൂ. ഹയർ എന്ന് വാക്കണ്ടില്ല, HIRE. എന്താ ഹയർ? വാടകക്കെടുക്കുക, കൂലിക്കെടുക്കുക എന്നൊക്കെ എൻ്റെ അർത്ഥം. നമ്മൾ ചില ഓട്ടോയുടെ മുകളിലൊക്കെ എഴുതി വെക്കാറുണ്ട് ഫോർ ഹയർ. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ ഇംഗ്ലീഷ് വാക്ക് കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം. ഫോർ ഹയർ എന്ന് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? വാടകക്ക് ഉള്ളത് എന്നുള്ളതാണ് അല്ലേ. പിന്നെ മറ്റൊരു ഹയർ ഉണ്ട്, HAIR അല്ലേ. പിന്നെ അങ്ങനെ അപ്പോൾ അതുണ്ട്. പിന്നെ മൊയൽ എന്നുള്ളതിൽ ഹയർ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം. ദേ ഹയർഡ് ദെയർ ക്രൂ ആൻഡ് ദ കൺസ്ട്രക്ഷൻ. അവരിങ്ങനെ ക്രൂ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ തൊഴിലാളികൾ എന്ന അർത്ഥത്തിലുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെയുള്ള ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയാറുണ്ട്. അവർ തൊഴിലാളികളാണ്. അപ്പോൾ പൊതുവെ അങ്ങനെ പറയാറുണ്ട് ക്രൂ. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡ്രീം ബ്രിഡ്ജ്. അങ്ങനെ ഈ കുറച്ച് തൊഴിലാളികളെ കിട്ടിയവർക്ക്, എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? തങ്ങളുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഈ ബ്രിഡ്ജ്, ഈ പാലത്തെ അവർ നിർമ്മാണം ആരംഭിച്ചു അല്ലേ. പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നായിരുന്നു? ഓൺ ജാനുവരി 3, 1870. ജനുവരി 3, 1870 അവരെ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. ദ പ്രൊജക്ട് സ്റ്റാർട്ടഡ് വെൽ. നന്നായി തുടങ്ങിയിട്ടോ, പ്രൊജക്റ്റ് ഉഷാറായിട്ടാണ് ആരംഭിച്ചത്. ബട്ട് ആഫ്റ്റർ എ ഇയർ, പക്ഷേ ഒരു വർഷത്തിന് ശേഷം, എ ട്രാജിക് ആക്സിഡൻറ്റ് അറ്റ് ദ സൈറ്റ് ടുക്ക് ജോൺസ് റോബ്ലിംഗ്സ് ലൈഫ്. എ ട്രാജിക് ആക്സിഡൻറ്റ്, ഒരു ദാരുണമായിട്ടുള്ള അപകടം. അറ്റ് ദ സൈറ്റ്, ആ സൈറ്റ് അത് ഉദ്ദേശിക്കുന്ന ഇവിടെ പാലം പണി നടക്കുന്ന ആ സ്ഥലത്ത്
എന്ത് സംഭവിച്ചു? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ ആക്സിഡൻറ്റ് ടുക്ക് ജോൺ റോബിൻസ് ലൈഫ്. ആക്സിഡൻറ്റ് ചെറുതല്ല, ചെറിയ ആക്സിഡൻ്റ് അല്ല സംഭവിച്ചത്. പക്ഷേ ആക്സിഡൻറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ജോൺ റോബിൻസിൻ്റെ ജീവിതം അതെടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ജോൺ റോബിൻസ് ആ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ഹെൻസ് വാഷിങ്ടൺ ടുക്ക് ഓവർ ആൻഡ് വാസ് ഇൻ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. പിന്നൊന്നും നോക്കാനില്ല, അച്ഛൻ്റെ മരണശേഷം പിന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കേണ്ട ഒരേ ഒരാൾ ആര് മാത്രമാണ്? വാഷിങ്ടൺ മാത്രമാണ്. ഹെൻസ് അതിനാൽ വാഷിങ്ടൺ ടുക്ക് ഓവർ ഏറ്റെടുത്തു വാഷിങ്ടൺ ഇത്. ആൻഡ് വാസ് ഇൻ ചാർജ് ഓഫ് ദ ബ്രിഡ്ജ്. പിന്നെ പാലത്തിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ഇൻചാർജിൽ വന്നത് ആരായിരുന്നു? വാഷിങ്ടൺ ആയിരുന്നു, മകനായിട്ടുള്ള വാഷിങ്ടൺ. ഹവർ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് വാഷിങ്ടൺ ടു സഫേർഡ് എ പാരലൈസിങ് ഇഞ്ചുറി. എന്നിരുന്നാലും ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വാഷിങ്ടൺ ടു സഫേർഡ് വാഷിങ്ടൺ ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടി എ പാരലൈസിങ് ഇഞ്ചുറി. അപ്പോൾ ഹവർ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് എന്നിരുന്നാലും ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വാഷിങ്ടൺ ടു സഫേർഡ് എ പാരലൈസിങ് ഇഞ്ചുറി. അതിനുശേഷം മറ്റൊരു അപകടം കൂടി നടക്കുകയാണ് അവിടെ. എന്താ സംഭവിച്ചെന്നറിയാം? ഈ വാഷിങ്ടനും ഒരു അപകടം പറ്റി, എ പാരലൈസിങ് ഇഞ്ചുറി. പക്ഷേ വാഷിങ്ടൻ്റെ അപകടം കുറച്ചുകൂടി മാരകമാണ്. എന്തെന്നറിയാം? അത് പാരലൈസിങ് ആണ്. എന്താ പാരലൈസിങ്? പക്ഷാഘാതം, ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥക്കെന്ന് പറയാം പാരലൈസിങ് ഇഞ്ചുറി അല്ലേ. തളർന്നു പോയി വാഷിങ്ടൻ്റെ അപകടം എങ്ങനെയായിരുന്നു? അച്ഛൻ നേരത്തെ മരിച്ചുപോയി, ഏറ്റെടുത്ത മകൻ്റെ അവസ്ഥ എന്തായി? പാരലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്. നോക്കും എത്ര അപകടകരമായ അവസ്ഥയെന്ന് പറയാം. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക്, നടക്കാൻ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്. ഓർ ടോക്ക്, സംസാരിക്കാനും പറ്റിയിരുന്നില്ല. നടക്കാനും സംസാരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആര് മാറി? വാഷിങ്ടൺ, മകനായിട്ടുള്ള വാഷിങ്ടൺ മാറി. വിത്ത് നോ വൺ ടു സൂപ്പർവൈസ് ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്ഡ്. നമുക്കറിയാം പിന്നെന്ത് സംഭവിക്കും? ലോകത്ത് ഇതുവരെ ആരും പരിചയപ്പെടാത്തൊരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളാണ്. അവർക്ക് രണ്ടുപേർക്കും ആദ്യം അച്ഛന് ജീവൻ നഷ്ടപ്പെട്ടു, മകൻ ഈ അവസ്ഥയിലായി. പിന്നീട് എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും പാലത്തിൻ്റെ പണി നിർത്തിവെച്ചു. ദ കൺസ്ട്രക്ഷൻ സ്റ്റോപ്ഡ്, നിർമ്മാണം നിർത്തിവെച്ചു. സൂപ്പർവൈസ് ചെയ്യാൻ ആളില്ല അല്ലേ. നോ വൺ ടു സൂപ്പർവൈസ്, ആരും മേൽനോട്ടം വഹിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ആ പാലത്തിൻ്റെ പണി അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. എവരി വൺ അറൗണ്ട് ദ വേൾഡ് വാസ് നെഗറ്റീവ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, എവരി വൺ അറൗണ്ട് ദ വേൾഡ് വാസ് നെഗറ്റീവ്. ലോകത്തെല്ലാവരും അതിനെക്കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞത്. എബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ പ്രോജക്റ്റ്. ഇത് വലിയൊരു കാര്യമാണ് അല്ലേ. ഫ്യൂച്ചർ ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആർക്കും ഒരു എന്തില്ല, ശുഭാപ്തി വിശ്വാസമില്ല. എല്ലാവരും ഈ പാലത്തെക്കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞത്. നെഗറ്റീവ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ് ആസ് ഓൺലി ദ റോബിൻസ് ന്യൂ ദ പ്ലാൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. അതുകൊണ്ട് അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഇത് അവസാനിപ്പിക്കുക അല്ലേ. ദ ഫ്യൂച്ചർ ഓഫ് ദ പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ. ആൻഡ് ഫെൽറ്റ് ദാറ്റ് അവർ തീരുമാനിച്ചുറച്ച കാര്യം എന്തായിരുന്നു? ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓഫ്, അത് ഒഴിവാക്കണം എന്നുള്ള അല്ലേ. അത് എടുത്തു കളയണം, ഐഡിയ തന്നെ എടുത്തു കളയാം. ആസ് ഓൺലി ദ റോബിൻസ് ന്യൂ, റോബിനിങ്ങിന് മാത്രമാണ് അറിയാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് ദ പ്ലാൻ ഓഫ് കൺസ്ട്രക്ഷൻ, ഈ കൺസ്ട്രക്ഷൻ്റെ പ്ലാൻ ആർക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ? റോബിനിങ്ങിന് മാത്രമാണ്. പിന്നുള്ളത് കുറച്ചുകൂടി പരിചയം ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? വാഷിങ്ടൺ. അയാളും ഈ കടപ്പിലായ സമയത്ത് പിന്നീട് ഇതിനെ മേൽനോട്ടം വഹിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ നിർത്തിവെക്കാം എന്നാണ് എല്ലാവരും പറഞ്ഞത്. കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ്. ദീസ് റിമാർക്സ് ഹർട്ട് ആൻഡ് ഷോക്ക്ഡ് വാഷിങ്ടൺ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം വാഷിങ്ടന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നടക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ, നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ ഒരുപാട് വന്നപ്പോൾ വാഷിങ്ടൺ ആകെന്തായി? ഹർട്ടായി അല്ലേ. ഒരു മുറിവേറ്റു, മനസ്സിന് മുറിവേറ്റു അദ്ദേഹത്തിന്. ഈ റിമാർക്സ്, അഭിപ്രായങ്ങളൊക്കെ ഹർട്ട് ചെയ്തു. ആൻഡ് ഷോക്ക്ഡ്, വലിയ ഷോക്ക് ഉണ്ടാക്കി വാഷിങ്ടന്. ഹൂ ലേ സ്റ്റിൽ ഓൺ ദ ഹോസ്പിറ്റൽ ബെഡ്, ഇപ്പോഴും ഹോസ്പിറ്റൽ ബെഡ് കിടക്കുന്ന ആരാണ്? വാഷിങ്ടൺ. ഹിസ് ഡിസയർ ആൻഡ് എന്തൂസിയാസം വാസ് സ്റ്റിൽ അലൈവ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹിസ് ഡിസയർ, എന്താ ഡിസയർ? ആഗ്രഹമാണ്. ആൻഡ് എന്തൂസിയാസം താല്പര്യമാണ്. രണ്ടും ഏകദേശം മീനിങ് തന്നെയാണ്. വാസ് സ്റ്റിൽ അലൈവ്, അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും മനസ്സ് എന്താണ്? ചലിച്ചുകൊണ്ടേയിരിക്കുന്ന മനസ്സുണ്ടായിരുന്നു അല്ലേ. സ്റ്റിൽ അലൈവ് എന്തായിരുന്നു? താല്പര്യം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. എലൈവ് എന്താ? എലൈവ് സജീവമായി നിൽക്കുന്ന, സ്റ്റിൽ ഇപ്പോഴും സജീവമായിട്ടുള്ള മനസ്സുകൊണ്ട് സജീവമായി നിൽക്കുന്ന അദ്ദേഹം തൻ്റെ ശരീരം തളർന്നെങ്കിലും നടക്കാൻ പറ്റിയില്ലെങ്കിലും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മനസ്സുകൊണ്ട് അതിയായി ആഗ്രഹിച്ചു അദ്ദേഹം ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ. ഹി വാണ്ടഡ് ടു ഗെറ്റ് അപ്പ്, എണീക്കാൻ ആഗ്രഹിച്ചു അല്ലേ. എണീക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഹി വാണ്ടഡ് ടു ഗെറ്റ് അപ്പ്, അദ്ദേഹം എണീക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആൻഡ് കണ്ടിന്യൂ ഹിസ് വർക്ക്, തൻ്റെ വർക്ക് പൂർത്തീകരിക്കാനും ആഗ്രഹിച്ചു. കണ്ടിന്യൂ തുടർന്ന് കൊണ്ടുപോകാൻ. ബട്ട് ഹിസ് ഫിസിക്കൽ കണ്ടീഷൻ ഡിഡ്ന്റ് അലോ ഹിം ടു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ
ശാരീരികമായിട്ടുള്ള അവസ്ഥ ഡിഡ് നോട്ട് അലോ ഹിം ടു, അദ്ദേഹത്തെ അങ്ങനെ നടക്കാനോ പ്രവൃത്തി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന അദ്ദേഹത്തിന് എണീക്കാൻ പോലും സാധിച്ചില്ല എന്ന് ഡിഡ് നോട്ട് അലോ, അദ്ദേഹത്തിന് സമ്മതിച്ചില്ല. വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. പിന്നീട് മറ്റൊരു അത്ഭുതം സംഭവിക്കുകയാണ് ഈ കഥയിൽ. ഈ സംഭവത്തിൽ മറ്റൊരു ടേണിംഗ് പോയിന്റാണ് ഈ പാരഗ്രാഫ്. എന്താ പറയുന്നതെന്നറിയോ? വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. വാഷിങ്ടന് ആകെ പറ്റിയിരുന്ന എന്തായിരുന്നു? വാഷിങ്ടൺ കുഡ് മൂവ് ഓൺലി വൺ ഫിംഗർ. ഒറ്റ വിരൽ ചലിപ്പിക്കാൻ മാത്രമാണ് വാഷിങ്ടന് പറ്റിയിരുന്നത്. ആൻഡ് ദിസ് ഗേവ് ഹിം ആൻ ഐഡിയ. ഇത് അദ്ദേഹത്തിന് വലിയൊരു ഐഡിയ നൽകണം. ശരീരം മൊത്തം തളർന്ന മനുഷ്യനും സംസാരിക്കാൻ പോലും സാധിക്കാത്തൊരു മനുഷ്യന് ഒരു ആശയം മനസ്സിലേക്ക് കടന്നു വന്നു. എന്താണ് ആ മനസ്സിലേക്ക് കടന്നു വന്ന ആശയം എന്നറിയോ? തൻ്റെ ഒരു വിരൽ കൊണ്ട്, ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു വിരൽ കൊണ്ട് ഒരു ലോകാത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ആര്? വാഷിങ്ടൺ. എന്ത് സംഭവിച്ചു? ഹി കോൾഡ് ഹിസ് വൈഫ് എമിലി. തൻ്റെ ഭാര്യയായിട്ടുള്ള എമിലിയെ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഹി കോൾഡ് ഹിസ് വൈഫ് എമിലി. തൻ്റെ ഭാര്യയായിട്ടുള്ള എമിലിയെ അദ്ദേഹം വിളിച്ചു. ആൻഡ് ടാപ്ഡ് ഓൺ ഹർ ആം. അവളുടെ കൈകളുടെ പുറത്ത്, കൈപ്പുറത്ത് ആം പറയല്ലോ, കൈ, ആ കൈകളിൽ ഇയാൾ തൻ്റെ ചലിപ്പിക്കാൻ പറ്റുന്ന വിരൽ കൊണ്ട് ഇങ്ങനെ പതുക്കെ എന്താണ് മുട്ടി നോക്കുകയാണ്. ടാപ്പ് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് മുട്ടുക. നമ്മൾ ഈ ഡോറിനൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് മുട്ടാറുണ്ടല്ലോ, അതാണ് വിരൽ കൊണ്ട് ഇങ്ങനെ മുട്ടുമല്ലോ. എന്നപോലെ ടാപ്പ് ചെയ്യാണ് ഇയാൾ എന്ത് ഭാര്യയുടെ കൈകളിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തു. ഇൻഡിക്കേറ്റിംഗ്, അതൊരു സൂചന നൽകിയായിരുന്നു അല്ലേ? അങ്ങനെ കൈ വിരൽ കൊണ്ട് മാത്രം ചലിപ്പിക്കാൻ പറ്റിയിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ലോകത്ത്, മരിച്ചുപോയ വളരെ ഫേമസ് ആയിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് മനസ്സിൽ എന്താണ് പേര്? സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലേ? ശരീരം മൊത്തം നിശ്ചലാവസ്ഥയിലായിരുന്ന മനുഷ്യൻ. അങ്ങനെ ആ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ? അതിൻ്റെ വീഡിയോ കണ്ടില്ലേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ? അതുപോലെ അപ്പോൾ വലിയ ബുദ്ധിജീവിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. എന്നുപോലെ നമ്മുടെ വാഷിങ്ടൺ തൻ്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ, തൻ്റെ വിരൽ കൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയാണ്. ആരുമായിട്ട്? ഭാര്യയുടെ കൈകളിൽ ഇങ്ങനെ മുട്ടി നോക്കും അദ്ദേഹം, ഹെർക്കാർ. പക്ഷേ ആ സൂചന എന്തായിരുന്നു അറിയാം? അവരുടെ കൈകളിൽ മുട്ടിയിട്ട് അദ്ദേഹം പറയും ഇൻഡിക്കേറ്റിംഗ്. അതൊരു സൂചനയായിരുന്നു. ഇൻഡിക്കേറ്റർ എന്താ കണ്ടില്ലേ? വണ്ടിയുടെ എന്താണ് സൂചന നൽകുന്നത്? നമ്മുടെ ഇടത്തോട്ടാണോ വലത്തോട്ടൊക്കെ തിരിയുന്നത് സൂചന നൽകുന്നത് ഇൻഡിക്കേറ്റ് സൂചന നൽകുന്നതാണ്. അപ്പോൾ ഐ ആം ഇൻഡിക്കേറ്റിംഗ് ഹെർ ടു കോൾ. അപ്പോൾ വിളിക്കാൻ വേണ്ടി പറയാണ്. ഈ സൂചന, അതായത് ഭാര്യയുടെ കൈകളിൽ മുട്ടിക്കൊണ്ട് അദ്ദേഹം നടത്തിയത് എന്തായിരുന്നു? ഒരു സൂചനയാണ്. എന്തിൻ്റെ സൂചന എന്നറിയോ? ടു കോൾ അല്ലേ? ആരെ വിളിക്കാനാണ്? ടു കോൾ ബാക്ക് ദ ക്രൂ. ആരെ ക്രൂ? നേരത്തെ പറഞ്ഞല്ലോ, ആ തൊഴിലാളികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ദ എഞ്ചിനീയേഴ്സ്. അപ്പോൾ തൊഴിലാളികളെയും ഇവരുടെ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ദീസ് വർക്ക്ഡ് വെൽ ആസ് എമിലി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻസ്. ഈ ഒരു ഐഡിയ ക്ലിക്ക്ഡ് വെൽ, അത് നന്നായിട്ട് വർക്ക് ചെയ്തു അല്ലേ? വർക്ക്ഡ് വെൽ ഉദ്ദേശിക്കുന്നത് ആ ഐഡിയ നന്നായിട്ട് ഫലിച്ചു. എന്താ കാര്യം? എമിലി സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് വാഷിങ്ടൺസ് ഇൻഡിക്കേഷൻസ്. വാഷിങ്ടൺ നൽകുന്ന ഓരോ സമയങ്ങളിൽ നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? ഭാര്യ ആയിട്ടുള്ള എമിലിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആൻഡ് ബൈ ജസ്റ്റ് ദ ടാപ്പിംഗ് ഓഫ് ഹിസ് ഫിംഗർ. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? വെറും ഒരു വിരൽ കൊണ്ട് മാത്രം നടത്തുന്ന കമ്മ്യൂണിക്കേഷനിലൂടെ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഷീ കൺവേഡ് ഹിസ് കൺസ്ട്രക്ഷൻസ്. തൻ്റെ ഈ ഷീ കൺവേഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻസ്ട്രക്ഷൻസിനെ, ഈ നിർദ്ദേശങ്ങളെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ഷീ കൺവേഡ്. എന്താ കൺവേ വാക്കിൻ്റെ അർത്ഥം? അത് കൈമാറി എന്നുള്ള, മറ്റൊരാൾക്ക് നൽകി എന്നുള്ള. ഹിസ് ഇൻസ്ട്രക്ഷൻസ് ടു ദ എഞ്ചിനീയേഴ്സ്. ആർക്ക്? അപ്പോൾ വാഷിങ്ടൺ ഇങ്ങനെ കൈകൊണ്ട് മുട്ടുന്നു, ആ നിർദ്ദേശങ്ങൾ ആര് മനസ്സിലാക്കുന്നു? എമിലി മനസ്സിലാക്കുന്നു. ആ നിർദ്ദേശങ്ങൾ അവർ കൈമാറുന്നു. ആർക്ക് കൈമാറുന്നു? പകർന്നു കൊടുക്കുന്നു. ആർക്ക്? ടു ദ എഞ്ചിനീയേഴ്സിന്. ആൻഡ് സൂൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് വാസ് ബാക്ക് അറ്റ് ഫുൾ സ്വിംഗ്. നോക്കൂ, അത്ഭുതമാണ് സംഭവങ്ങളൊക്കെ അല്ലേ? എന്താ പറയുന്നത്? കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നത് എന്താണ്? ചെറിയ കാര്യത്തിൽ നിർമ്മിക്കാൻ പോകുന്നത് ഒരു വലിയ പാലാണ്. സാധാരണ അത് തന്നെ എന്ത് പാലാ? സാധാ പാലമല്ല. ലോകത്ത് ഇന്നേവരെ നിർമ്മിച്ചിട്ടില്ലാത്ത, മറ്റാരും കണ്ടിട്ടില്ലാത്ത, ഐഡിയ പോലും എന്താണെന്ന് അറിയാത്തൊരു സംഭവത്തെ എങ്ങനെയാണ് നിർമ്മാണ പദത്തിലേക്ക് കൊണ്ടുവരുന്നത് അറിയോ? തൻ്റെ വിരൽ കൊണ്ട് നൊടിച്ച് വിരൽ വഴി സന്ദേശം നൽകിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയിലേക്ക് സന്ദേശം പകരുകയും ഭാര്യ ആ സന്ദേശങ്ങളെ ഈ എഞ്ചിനീയേഴ്സിനും ക്രൂവിനും കൈമാറുകയും ചെയ്തുകൊണ്ട് ലോകത്തിൽ വലിയ അത്ഭുതം നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. എന്താ സംഭവിച്ചത് അവിടെ? ആൻഡ് സൂൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബ്രിഡ്ജ് വാസ് ബാക്ക് അല്ലേ? അതിൻ്റെ നിർമ്മാണം തിരിച്ചു വന്നു. അറ്റ് ഫുൾ സ്വിംഗ്. എങ്ങനെ തിരിച്ചു എന്നറിയോ? ഫുൾ സ്വിംഗ്. ഭാഗികമായിട്ടൊന്നുമല്ല, അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ അല്ലേ? ഒരു പ്രയോഗമാണ് ദാറ്റ് ഫുൾ സ്വിംഗ്. അതിൻ്റെ മുഴുവനുമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരികയാണ്. അപ്പോൾ എങ്ങനെയാണോ അച്ഛനായിട്ടുള്ള ജോൺ അല്ലേ തുടങ്ങി വെച്ചത്, അതുപോലെ മകനായിട്ടുള്ള വാഷിങ്ടൺ തൻ്റെ കൈവിരലിലൂടെ നടത്തിയ സന്ദേശങ്ങളിലൂടെ ആ പാല നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ള. ഫോർ ദ നെക്സ്റ്റ് 11 years. എത്ര വർഷം എടുത്തു അറിയാം? ഇയാൾ ഈ ബെഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
ഒന്നും രണ്ടും മാസങ്ങളല്ല, ഒന്നും രണ്ടും വർഷങ്ങളുമല്ല. ഫോർ ദ നെക്സ്റ്റ് 11 years, അടുത്ത 11 വർഷവും വാഷിങ്ടൺ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ബൈ ടാപ്പിംഗ് ഓൺ എമിലീസ് ആം. വാഷിങ്ടൺ നിർദ്ദേശം നൽകിയത് തൻ്റെ ഭാര്യയായിട്ടുള്ള എമിലിയുടെ കൈകളിൽ മുട്ടിക്കൊണ്ടാണ്. ആൻഡ് ഷീ പേഷ്യൻലി ഡീകോഡഡ്. ഈ നൽകുന്ന സന്ദേശങ്ങളെ അവൾ എന്ത് ചെയ്തു? വളരെ ക്ഷമാപൂർവം അവൾ ഡീകോഡ് ചെയ്തു മനസ്സിലായില്ല? എന്താ പറയുക, നമ്മൾ എൻകോഡ്, അതായത് സന്ദേശങ്ങളെ ഇങ്ങോട്ട് മനസ്സിലാക്കി തിരിച്ചെടുക്കുക, എന്ന് പറയും ഡീകോഡ് ചെയ്യുക. അപ്പോൾ മെസ്സേജുകൾ ഡീകോഡ് ചെയ്തെടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ പോലെ ഡീകോഡ് ചെയ്യുക. അങ്ങനെ ഡീകോഡ് ചെയ്തെടുത്തു. ആൻഡ് റിലേഡ് ദം ടു ദ ക്രൂ. റിലേ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റിലേ നമ്മൾ ഒരുപാട് കേൾക്കുന്നത്. റിലേ കൂടുതൽ കേട്ടിട്ടുണ്ടാകും എവിടെയാണ്? സ്പോർട്സിലൊക്കെ കേട്ടിട്ടുണ്ടാകും. റിലേ ഓട്ടം കണ്ടില്ലേ? റിലേ എന്തായിരുന്നത്? നമ്മളോട് ഒരു സ്റ്റിക്ക് കൈമാറും, ഒരു കമ്പ് കൈമാറും അല്ലേ? ആ കമ്പ് കൈമാറി ഇങ്ങനെ മറ്റൊരാളേക്ക് ഓടിക്കൊടുക്കും, അയാളതങ്ങനെ കൊണ്ടുപോകും. അത് റിലേ എന്ന് പറയും. ഇവിടെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണെന്നറിയോ? ഡീകോഡ് ഈസ് മെസ്സേജസ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഡീകോഡ് ചെയ്യുകയും ആൻഡ് റിലൈഡ് ദം, അവയെ കൈമാറുകയും ചെയ്തു. എങ്ങനെ കൈമാറുക? അതായത് വാഷിങ്ടണിൽ നിന്ന് മനസ്സിലാക്കുന്നു, മറ്റൊരാൾക്ക് കൈമാറുന്നു. അപ്പോൾ ആ റിലേയിലുള്ളൊരു ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ എമിലി ചെയ്യുന്നത്. റിലേഡ് ദം ടു ദ ക്രൂ. ആ തൊഴിലാളികൾക്ക് ഇതൊക്കെ കൈമാറി, ആ എൻജിനീയേഴ്സിനും കൈമാറി. ദ ബ്രിഡ്ജ് വാസ് ഫൈനലി കംപ്ലീറ്റഡ്. പാലം അവസാനം നിർമ്മാണം എന്ത് ചെയ്തു? പൂർത്തീകരിക്കപ്പെട്ടു. ആൻഡ് ഓപ്പൺഡ് വിത്ത് എ ബിഗ് സെലിബ്രേഷൻ ഇൻ മെയ് 1883. 1883 ആ പാലം ഉദ്ഘാടനം നിർവഹിച്ചു. എങ്ങനെ ഉദ്ഘാടനം നിർവഹിച്ചു? ഓപ്പൺഡ്, തുറന്നു കൊടുത്തു ആളുകൾക്ക് അല്ലേ? വിത്ത് എ ബിഗ് സെലിബ്രേഷൻ, ഒരു വലിയ ആഘോഷത്തോടു കൂടി പാലം നിർമ്മാണം അവസാനിച്ചു. അവസാനിച്ച പാലം നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ് 1883. ടുഡേ ആ കഥയുടെ അവസാനം അങ്ങനെയാണെങ്കിലും നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ പുറത്ത്. ടുഡേ the 5,989 feet Brooklyn Bridge stands over the East River at a tribute to the victory of John and Washington's strong spirit, willpower and determination. Today the 5,989 feet Brooklyn Bridge. ഇന്ന് പാലം, നമ്മൾ കാണുന്ന പാലത്തിന് എത്രയുണ്ട്? അടി എത്ര നീളമുണ്ട്? 5,989 അടി നീളമുള്ള പാലം അല്ലേ? 5,989 അടി നീളമുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഇന്ന് നമ്മൾ കാണുന്ന ബ്രൂക്ലിൻ ബ്രിഡ്ജിന് അത്ര നീളമുണ്ട്. അത് ഫീറ്റിൽ പറയുമ്പോൾ അങ്ങനെയാണ്. ഏകദേശം അത് 486 മീറ്ററാണ് അതിൻ്റെ നീളം. അങ്ങനെ വരുമ്പോൾ മീറ്ററിൽ വരുമ്പോൾ 486 മീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത്. ഫീറ്റ്. ബ്രൂക്ലിൻ ബ്രിഡ്ജ് സ്റ്റാൻഡ്സ് ഓവർ ദ ഈസ്റ്റ് റിവർ. ഈസ്റ്റ് റിവറിന് കുറുകെ നിൽക്കുന്ന, അതായത് താഴെ കൂടെ പോകുന്ന നദിയുടെ പേരെന്താണ്? ഈസ്റ്റ് റിവർ. ആ നദിക്ക് കുറുകെ കിടക്കുന്ന പാലം. ആസ് എ ട്രിബ്യൂട്ട് ടു ദ വിക്ടറി. ആർക്കുള്ള ട്രിബ്യൂട്ടാണ്? ആർക്കുള്ള സമർപ്പണമാണ്? ടു ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺ സ്ട്രോങ് സ്പിരിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയോ ആ വാക്ക്, ആ സെൻറ്റൻസിനെ ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ പറഞ്ഞേ? വാഷിങ്ടണിനുള്ള അല്ലെങ്കിൽ അച്ഛനായിട്ടുള്ള പിന്നെ ജോണിനുള്ള ട്രിബ്യൂട്ടല്ല. മനസ്സിലായോ? ആ വാക്ക്, ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചില്ലേ? എന്താ പറഞ്ഞേ? ട്രിബ്യൂട്ട് ടു ദ വിക്ടറി ഓഫ് ജോൺ ആൻഡ് വാഷിങ്ടൺ സ്ട്രോങ് സ്പിരിറ്റ്. അച്ഛനും മകനുമുള്ള ട്രിബ്യൂട്ട് ഇല്ല, അത് പകരം അവർക്കുള്ള സമർപ്പണമല്ല. അത് പകരം എന്താണെന്ന് പറയാം? ആ വിജയത്തിന് നിദാനമായിട്ടുള്ള അവരുടെ സ്ട്രോങ് സ്പിരിറ്റിനുള്ളതാണ്. എന്താ സ്ട്രോങ് സ്പിരിറ്റ്? ശക്തമായിട്ടുള്ള അവരുടെ ആ ആഗ്രഹത്തിനുള്ള അല്ലേ സ്പിരിറ്റ്. എന്താ സ്പിരിറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? നമുക്ക് ചെയ്യാനുള്ള സ്പിരിറ്റ് ഉണ്ടാകുമല്ലോ, അത് ചെയ്യാനുള്ളൊരു പിന്നെ ത്വര, അതാണ് പറയാം അല്ലേ? സ്ട്രോങ് സ്പിരിറ്റ്. അപ്പോൾ സ്ട്രോങ് സ്പിരിറ്റിനുള്ള, അതിൻ്റെ വിജയത്തിനുള്ള ട്രിബ്യൂട്ടാണത്. വിൽ പവർ. വിൽ പവർ എന്താ? മനഃശക്തിയാണ് വിൽ പവർ അല്ലേ? വിൽ പവർ എന്ന് പറയാറുണ്ട്. ആൻഡ് ഡിറ്റർമിനേഷൻ. തീരുമാനിച്ചുറച്ച കാര്യം, കരുതേശ്വര മീനിങ് ആണ് ഡിറ്റർമിനേഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എഞ്ചിനീയേഴ്സ്. അവരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ പറയേണ്ടത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പോൾ താജ്മഹൽ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഷാജഹാനാണ്. ഷാജഹാന് അതിൻ്റെ പണം ചെലവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ നിർമ്മാണവും നടത്തിയത് നാം പേരറിയാത്ത എത്രയോ അനേകായിരം തൊഴിലാളികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാലം ആരുടെ പേരിൽ അറിയപ്പെട്ടെന്ന് മാത്രം. ജോണിൻ്റെയും പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക വാഷിങ്ടൻ്റെയൊക്കെ പേരിൽ. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ച, രാപ്പകൽ ഭേദമന്യേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരിൽ നിന്ന് നമ്മൾ ആ പാലം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള. ഇറ്റ്സ് ഓൾസോ എ ട്രിബ്യൂട്ട് ടു ദ എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയേഴ്സിനും കൂടിയുള്ളതാണ്. ഹു ഹാഡ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ എ മാൻ. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ ഈ പാലം നിർമ്മിച്ചു എന്നല്ല, പാലം നിർമ്മിക്കാൻ അവർക്കൊരു ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? അത് വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം വലിയൊരു ഘടകമാണ് മനുഷ്യനിൽ. ഹു ഹാഡ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ്. അവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ട്രസ്റ്റ് എന്നതിന് വിശ്വാസം തന്നെയാണ്. ഇനി എ മാൻ. ആരെ അവർ വിശ്വസിച്ച്? അതായത് ഒരു കുഴപ്പമില്ലാതെ നടന്ന ജോണിനോട് പോലും ആളുകൾ വേണ്ടെന്ന് പറഞ്ഞ സമയത്ത് മകൻ അച്ഛന് പിന്തുണ കൊടുത്തു.
ആ മകനെന്താ അവസ്ഥ എന്തായി? മകനാകെ പാരലൈസ് ചെയ്യപ്പെട്ടു അല്ലേ? പക്ഷാഘാതം പിടിപെട്ട സമയത്ത് ആ പക്ഷാഘാതം പിടിപെട്ട മനുഷ്യനെ പോലും വിശ്വസിച്ചു പോയി ആര് എന്നുള്ളതാണ് ഈ ആളുകൾ. അവരുടെ കൂടി ആ മനഃശക്തിയുടെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു മാനുഷിക ബന്ധങ്ങളുടെ പ്രാധാന്യം കൂടി ഇതിൽ പറയുന്നുണ്ട് അല്ലേ? നമ്മളൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാളെ കഴിവുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അയാൾ ഏത് അവസ്ഥയിലാണെന്നുള്ളതല്ല, അയാളുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത്. ആൻഡ് വാസ് കൺസിഡേർഡ് സില്ലി ബൈ ഹാഫ് ഓഫ് ദ വേൾഡ്. ഇതിൻ്റെ പ്രത്യേകം എന്താണ്? പാരലൈസ് ചെയ്യപ്പെട്ടു. ആൻഡ് വാസ് കൺസിഡേർഡ് സില്ലി, കൺസിഡേർഡ് പരിഗണിക്കപ്പെടുകയും ചെയ്ത പാലാണ്. സില്ലി വളരെ നിസ്സാരമായിട്ട് ബൈ ഹാഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ പകുതി പേരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവർ ചർച്ച ചെയ്ത ആളുകളിൽ പകുതി പേരെങ്കിലും ഇവരോടത് വേണ്ട, മാറ്റിവെക്കാം, ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്, നിസ്സാരമായി കണ്ട ആളുകളാണ് അവർ. ദ ബ്രിഡ്ജ് ആൾസോ റിഫ്ലക്ട്സ് ദ ലവ് ആൻഡ് അഫെക്ഷൻ. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, ഒരാൾ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ആരാണെന്നറിയോ? ദ ബ്രിഡ്ജ് ആൾസോ റിഫ്ലക്ട്സ്, ഈ ബ്രിഡ്ജ് പ്രതിഫലിക്കുന്നുണ്ട് ദ ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഈ ബ്രിഡ്ജ്. ആരുടെ സ്നേഹത്താണ്? ആരെക്കുറിച്ചുള്ള സ്നേഹമാണ്? ആരോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്? ഓഫ് എമിലി. അപ്പോൾ എമിലിയുടെ സ്നേഹം കൂടിയാണ് ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. എമിലിക്കാരുള്ള സ്നേഹം ഉണ്ടായതാണ് ടുവേഴ്സ് ഹർ ഹസ്ബൻഡ്, തൻ്റെ ഹസ്ബൻഡിനെ അല്ലേ, വളരെ പരീക്ഷണനായി കിടക്കുന്ന തൻ്റെ ഭർത്താവിനെ ആ പരീക്ഷണ ഘട്ടത്തിൽ കൈവിടാതെ കൂടെ നിന്ന അല്ലേ, എല്ലാത്തിനും ഞാനുണ്ട് എന്ന് സപ്പോർട്ട് നൽകിക്കൊണ്ട് നിന്ന ആ ഭാര്യയായിട്ടുള്ള എമിലി, അവരെ കൂടി നമ്മൾ തീർച്ചയായിട്ടും ഈ പാഠം പറയുമ്പോൾ അവരുടെ പേര് കൂടി ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറയണം. ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് എമിലി ടുവേഴ്സ് ഹർ ഹസ്ബൻഡ്. The story of Brooklyn Bridge portrays a very good example of having a vision, believing in it and then pursuing it with a never said die attitude. The story of Brooklyn Bridge. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ പോർട്രേസ് നമ്മളോട് വരച്ച് കാണിക്കുന്നുണ്ട്. എ വെരി ഗുഡ് എക്സാമ്പിൾ, ഒരു വളരെ നല്ല എക്സാമ്പിൾ ഓഫ് ഹാവിങ് എ വിഷൻ. ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. എങ്ങനെയാണ് ഒരാൾക്ക് കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഥ, ഈ സംഭവം. ബിലീവിങ് ഇൻ ഇറ്റ്, ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുക എന്നുള്ളതിൽ മാത്രമല്ലേ കഥ നമ്മോട് പറയുന്നത്. ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാകണമെന്നും ആ കാഴ്ചപ്പാടിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കണമെന്നുമുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കാഴ്ചപ്പാടുണ്ടായാൽ മാത്രം പോരാ, ആ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസം കൂടി ഉണ്ടാകണം. ദെൻ പെർസ്യൂയിങ് ഇറ്റ്, ആ കാഴ്ചപ്പാടിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു മനഃശക്തി കൂടി നമുക്ക് വേണം. വിത്ത് എ നെവർ സെഡ് ഡൈ ആറ്റിറ്റ്യൂഡ്. കണ്ടോ ആ വാക്കുണ്ടോ? എന്താ വാക്ക്? നെവർ സെഡ് ഡൈ, ഒരിക്കലും ഞാൻ മരിക്കാൻ പോകുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകുന്നില്ല, ഈ ഒരു പ്രവർത്തനത്തിൽ ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകുന്നില്ല, ഞാൻ പരാജയപ്പെടാൻ പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വിജയിക്കും എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ്, നെവർ സെഡ് ഡൈ ആറ്റിറ്റ്യൂഡ്. നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്. എന്നിട്ട് നിങ്ങളോട് പറയാണ് കേട്ടോ, നിങ്ങളോട് വായനക്കാരെ നിങ്ങളോട് പറയാണ്, നോ മാറ്റർ ഇതായിട്ട് ബന്ധപ്പെട്ടല്ലോ, പക്ഷേ അതിൽ ബന്ധപ്പെടുത്തിയ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മോട് പറയാണ്, നോ മാറ്റർ വാട്ട് ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്, ഇഫ് യു ഹാവ് എ ഡ്രീം ദെൻ ഗോ അഹെഡ് ആൻഡ് ഫുൾഫിൽ ഇറ്റ്. ഒറ്റ വാക്കാണ് പറഞ്ഞത്, ഒറ്റ സെൻറ്റൻസാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നോ മാറ്റർ, അത് കാര്യമാക്കേണ്ടതേ ഇല്ല. വാട്ട് ഒബ്സ്റ്റക്കിൾസ് യു ഫേസ്, ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ, യു ഫേസ് നിങ്ങൾ എന്തൊക്കെ അഭിമുഖീകരിച്ചു എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട. ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു എന്ന് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇഫ് യു ഹാവ് എ ഡ്രീം, പക്ഷേ എന്ത് വേണം? ഒരു ഡ്രീം വേണം. ദെൻ ഗോ അഹെഡ്, ആ സ്വപ്നവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഗോ അഹെഡ്, അഹെഡ് എന്ന മുന്നോട്ടാണ്. ആൻഡ് ഹെഡായിട്ട് വന്നല്ല, അത് തലല്ല. എന്താ പറഞ്ഞാൽ? എഹെഡ് എന്ന വാക്ക്. എന്താ പറയുക? മുന്നോട്ട്. ഗോ അഹെഡ്, മുന്നോട്ട് പോവുക. ആൻഡ് ഫുൾഫിൽ ഇറ്റ്, എന്നിട്ട് നിങ്ങൾ ആ സ്വപ്നത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക. ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്. ആകെ വേണ്ടത് മനുഷ്യനെന്താ ജീവിതത്തിൽ? എന്താ വേണ്ടത്? ഹാവ് സ്ട്രെങ്ത് ഓഫ് മൈൻഡ്. ജീവിതത്തിലെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്ട്രെങ്ത് ഓഫ് മൈൻഡാണ്, വിൽ പവറാണ്, മനഃശക്തിയാണ് വേണ്ടത്. സ്ട്രെങ്ത് ഓഫ് മൈൻഡ് ആൻഡ് ബി ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്. തീരുമാനിച്ചുറക്കാൻ പറ്റുന്നൊരു മനസ്സാണ്. അല്ല, ഡിറ്റർമൈൻഡ് ആകണം നമ്മൾ. എന്താ? ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ഡിറ്റർമൈൻഡ് ഇൻ ലൈഫ്. നെക്സ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ്. The names of John Roebling, Washington Roebling and Emily Warren Roebling are inscribed on the bridge as its builders. ഇന്ന് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, 3 പേരുകളെ നമുക്ക് കാണാൻ പറ്റും. ആ പാലത്തിൻ്റെ അരികിലായിട്ട് കൊത്തിവെച്ചിട്ടുള്ള 3 പേരുകൾ. ആരൊക്കെയാണത്? ജോൺ റോബ്ലിംഗ്, അച്ഛനായിട്ടുള്ള ജോൺ റോബ്ലിംഗ്, ആ പാല നിർമ്മാണത്തിനിടയിൽ മരിച്ചുപോയ ആ നല്ല മനുഷ്യൻ ജോൺ റോബ്ലിംഗ് അല്ലേ. വാഷിങ്ടൺ റോബ്ലിംഗ്, മറ്റൊന്നാരാണ്? വാഷിങ്ടൺ മകനായിട്ടുള്ള വാഷിങ്ടൺ റോബ്ലിംഗ് ആൻഡ് എമിലി വാറൻ റോബ്ലിംഗ്. ഈ എമിലി വാറൻ എന്നാണ് പേര്, റോബ്ലിംഗ് ഇവരുടെ ഈ ഭർത്താവിൻ്റെയൊക്കെ കുടുംബ പേരിൽ ചേർന്ന് വന്ന പേരാണ് എമിലി വാറൻ. അപ്പോൾ ആരൊക്കെയാണ്? റോബ്ലിംഗ്, ജോൺ റോബ്ലിംഗ്, വാഷിങ്ടൺ റോബ്ലിംഗ് ആൻഡ് എമിലി വാറൻ.
ഇങ്ങനെ 3 പേരുടെയും പേരുകൾ ആർ ഇൻസ്ക്രൈബ്ഡ് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൺ ദ ബ്രിഡ്ജ് ആസ് ഇറ്റ്സ് ബിൽഡേഴ്സ്, അതിൻ്റെ നിർമ്മാതാക്കളായിട്ട് എഴുതി വെക്കപ്പെട്ട പേരുകളിൽ ഈ 3 പേരുകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സ്ലൈറ്റ്ലി അഡാപ്റ്റഡ് എന്താ വാക്കിൻ്റെ അർത്ഥം? ഇത് ഇത്രയും നല്ല, അത് വളരെ വിശദമായിട്ട് വിശദീകരിച്ച ആർട്ടിക്കിളാണ്. നമുക്ക് പഠന എളുപ്പത്തിന് വേണ്ടി സ്ലൈറ്റായിട്ട് വളരെ നേർപ്പിച്ച് എന്താണ് അഡാപ്റ്റ് ചെയ്തതാണ്. അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വളരെ നേർത്ത രൂപത്തിൽ വളരെ എന്താ പറയുക നമ്മളെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് നമ്മളോട് പറഞ്ഞതാണ് സ്ലൈറ്റ്ലി അഡാപ്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെയൊക്കെ നമുക്കൊരു വലിയ പാടുണ്ട്, എല്ലാത്തിലും വലിയ പാടുണ്ട്. എന്താ നമ്മൾ ആദ്യം തന്നെ പഠിച്ചതെന്താണ്? ഇതിലാദ്യം തന്നെ പറഞ്ഞത് ഇയാൾ ഈ പാലവുമായിട്ട്, അതായത് ഇദ്ദേഹം ഈ പാലവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ അയാൾക്ക് കിട്ടിയ നെഗറ്റീവ് കമൻസാണ്. പലപ്പോഴും പലരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് തന്നെയാണ് ഈ നെഗറ്റീവ് കമൻസാണ്. ഒരുപക്ഷെ അവർക്ക് വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും, ഇത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ പാലത്തെക്കുറിച്ചല്ല പറയുന്നത്, ഒരാളുടെ ലൈഫിൽ ഞാൻ ഇന്നതാകണം അല്ലെങ്കിൽ ഇന്നതാകും എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മളെ കൂടെയുള്ള ആളുകൾ നെഗറ്റീവ് കൊണ്ട് അതിനൊക്കെ ഇല്ലാതെയാക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നെഗറ്റീവ് ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നലുണ്ടെങ്കിൽ എല്ലാ നെഗറ്റീവിനെയും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രവർത്തന പദത്തിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത്തരം വലിയ വലിയ കഥകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, വൺസ് അഗൈൻ യു ജസ്റ്റ് ഗോ ത്രൂ ദ സ്ലൈഡ്സ് ആൻഡ് ലിസൺ ടു ഇറ്റ് വെരി കെയർഫുള്ളി. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു the answer of the questions that I will give later. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്നൊരു വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യുക, ഒന്നുകൂടിയൊക്കെ വാച്ച് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഗുഡ് ബൈ.